Thank you friends for joining. Thank you for watching. പേര് പറയാത്തവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നത്തെ വായനാ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള ഭാഗങ്ങളാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു, എന്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി വലിയ പുരുഷാരം പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. നമ്മളിവിടെ കാണുന്ന യായിറോസ് എന്ന് പറയുന്ന ഒരു പള്ളിപ്രമാണി യേശുവിന്റെ അടുക്കൽ വന്ന് തന്റെ മകളെ സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഒരു ലോങ് ടെക്സ്റ്റ് ആണ്. 43-ാമത്തെ വാക്യം വരെ ഉണ്ട്. അവിടെ ഒരു വാക്യമുണ്ട്, അവൻ അവനോടുകൂടെ പോയി. അതായത് യേശു യായിറോസിന്റെ കൂടെ പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ യായിറോസ് യേശുവിനെയും കൊണ്ട് പോയി. ജേർണി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഒരു യാത്രയാണ്. യായിറോസ് വന്ന് ഇനീഷ്യേറ്റഡ് ബൈ ജായിറോസ് ആണ്. കാരണം യായിറോസിന്റെ ഒരു നീഡാണ്, തന്റെ മകൾക്ക് അസുഖം കൂടുതലാണ്. പള്ളിപ്രമാണിയാണ് യേശുവിന്റെ കൂടെ കൂടിയെന്നറിഞ്ഞാൽ മിക്കവാറും അത് പ്രമാണി സ്നാനമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ മകൾക്ക് രോഗമാണ്, മരിച്ചു പോകും. ആളുകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് കാൽക്കൽ വീഴുകയാണ്. അവനവിടെ യേശുവിനോട് ഓഫറൊന്നും വെക്കുന്നില്ല. യേശുവിന്റെ അടുത്ത് യായിറോസ് യേശുവിനെ വിളിച്ചുകൊണ്ട് പോവാണ്. ആ യാത്രക്കിടയിൽ 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, വലിയ പുരുഷാരം ഇവരുടെ പുറകെ ഉണ്ട്, എല്ലാവരും വലിയ തിക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ യാത്ര വളരെ സ്പീഡിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. യായിറോസ് ആണ് ഈ വിശ്വാസ യാത്ര നയിക്കുന്നത്. യായിറോസ് ആണ് യേശുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. വിശ്വാസ യാത്രയുടെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആണ്. നമ്മൾ യേശുവിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഈ രക്തസ്രാവമുള്ളൊരു സ്ത്രീ ഇതിനിടയ്ക്ക് കയറി വരുന്നുണ്ട്. അവൾ വന്ന് യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. അവളെക്കുറിച്ച് പറയുന്നത് 12 വർഷമായി പല വൈദ്യന്മാരാലും പല ചികിത്സകളും ചെയ്തു, വളരെ സമ്പത്ത് ചെലവഴിച്ചിട്ടും സൗഖ്യം വരാത്തൊരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലുമാണ് വരുന്നത്. അവൾ കേട്ടപ്പോൾ അവൾ വിശ്വസിച്ചു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടെ പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ അവളെ വിട്ടുമാറി. തനിക്ക് സ്വസ്ഥത വന്നു എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എന്നെ തൊട്ടതാര്?
ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടില്ലേ, പിന്നെ എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നുവോ? അപ്പൊ ധാരാളം ആളുകൾ യേശുവിനെ തിക്കുന്നുണ്ട്, പക്ഷെ യേശുവിനെ തൊടുന്നത് വളരെ വിരളമായ ആളുകളാണ്, ചുരുക്കം ആളുകളാണ്. ഇപ്പൊ മതപരമായ ചടങ്ങുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും മറ്റ് കർമ്മങ്ങൾ കൊണ്ടും യേശുവിനെ തിക്കുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ യേശുവിനെ തിക്കുന്നതും യേശുവിനെ തൊടുന്നതും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. യേശുവിനെ ആരെങ്കിലും തൊട്ടാൽ അപ്പോൾ യേശു ചോദിക്കും, ആരാണ് തൊട്ടത്, എന്താണ് തൊട്ടത്? നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ യേശുവിനെ തിക്കുന്നവരാണോ യേശുവിനെ തൊടുന്നവരാണോ എന്ന് സ്വയം പരിശോധിക്കണം. യേശുവിനെ തൊടുന്നവർക്ക് സ്വസ്ഥത ഉണ്ടാകും. യേശുവിനെ തൊടുന്നവർക്ക് ബാധകൾ മാറുന്നു. യേശുവിനെ തൊടുന്നവർ ആ സൗഖ്യം ശരീരത്തിൽ അനുഭവിക്കുന്നു. അതാണ് യേശുവിനെ തൊടുന്ന ഒരു അനുഭവം. ശിഷ്യന്മാർ അത്ഭുതപ്പെടുകയാണ്, ഇത്രയും ആളുകൾ നിന്നെ ഇങ്ങനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് തിക്കിത്തിരക്കുന്നവർ ധാരാളമുണ്ട്, പക്ഷെ തൊടുന്നവർ ചുരുക്കമാണ്. ആണ് പരിശുദ്ധ കുർബാനയുടെ അനുഭവം. ഇത് കർത്താവിന്റെ രക്തശരീരങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നു, വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, അതിൽ പങ്കാളികളാകുന്നു. പക്ഷേ എല്ലാവരും അതിൽ തിക്ക് കൂട്ടുന്നു. പക്ഷെ എത്ര പേർക്കാണ് അത് വിശ്വാസത്തോടെ സ്പർശിക്കാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് കുർബാന മധ്യയിൽ അനുഭവിച്ചിടുന്നവർക്കായി അനുഷ്ഠിക്കുന്ന ഈ കുർബാന എന്ന് പാടുന്നത്. നമ്മൾ യാചിക്കേണ്ടും സമയമിത എന്ന പാട്ട് പാടുന്ന സമയത്ത് പറയുന്നുണ്ട്, അനുഭവിച്ചിടുന്നവർക്കായി അനുഷ്ഠിക്കുന്ന ഈ കുർബാന. അപ്പൊ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ്. എന്താണ് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ? എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മളവിടെ പോയി കുർബാന അപ്പം ഭക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്നുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇപ്പൊ ആ ആൾക്കൂട്ടത്തിനകത്ത് യേശുവിനെ അനുഭവിച്ചത് ആ സ്ത്രീയാണ്. കാരണം യേശുവിനെ തൊട്ടു, ബാക്കിയുള്ളവരെല്ലാം തിക്കിത്തിരക്കി. ഇപ്പൊ മതപരമായ ചടങ്ങുകളിൽ അനേകർ യേശുവിനെ ഉന്തുകയും തള്ളുകയും തിക്കുകയും തിരക്കുകയും ചെയ്യുമ്പോൾ ആ തിരക്കുകൾക്കിടയിൽ യേശുവിനെ തൊടുവാൻ അവൾക്ക് സാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ 35-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്ന എന്തിന് എന്ന് പറഞ്ഞു. യേശുവോ ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് നിരന്തരമായിട്ട് ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക്. ഇന്നത്തെ വായനയിൽ വീണ്ടും വരികയാണ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അത്രയും സമയം പള്ളിപ്രമാണി യായിറോസ് നയിച്ചുകൊണ്ടിരുന്ന ഒരു യാത്രയാണ്. യായിറോസ് ആണ് ആ യാത്ര ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ യായിറോസിന്റെ യാത്ര നിന്നു. ഇപ്പൊ വിശ്വാസത്തിന്റെ പ്രതികൂലമാണ്. ഇപ്പൊ വിശ്വാസത്തിന്റെ യാത്രയ്ക്ക് തടസ്സം നേരിട്ടു. അപ്പോൾ യേശു ആ യാത്ര ഏറ്റെടുക്കുകയാണ്. ഇനിയിപ്പോ യായിറോസിനൊന്നും ചെയ്യാനില്ല, യായിറോസിനൊന്നും പറയാനില്ല, യായിറോസിന് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല, യായിറോസിന് ഇനി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമില്ല. യായിറോസിന്റെ ഉപദേഷ്ടാക്കളുണ്ട്, യായിറോസിന്റെ കൗൺസിലിംഗ് ഗ്രൂപ്പ്. അവരും പറഞ്ഞു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്ന എന്തിനാണ്, നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. അപ്പൊ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി പ്രാർത്ഥന കൊണ്ടും പ്രയോജനമില്ല എന്നുള്ള ആ ഘട്ടം വന്നപ്പോൾ യേശു കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. അപ്പൊ യേശു പറയുകയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു ആ വാക്ക് കാര്യമാക്കാതെ, ഏത് വാക്കാണ്?
യായിറോസിന്റെ വീട്ടിൽ നിന്ന് ഉള്ള ആളുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മകള് മരിച്ചു എന്നുള്ള കൃത്യം ഇൻഫർമേഷനുമായിട്ട്, ആക്യുറേറ്റ് ഇൻഫർമേഷനുമായിട്ട്, ഡേറ്റയാണ്. അപ്പൊ ആക്യുറേറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡേറ്റയുമായിട്ട് ഓതന്റിക് ആയിട്ടുള്ള ആളുകൾ, ഓതന്റിക് ഡെലിഗേഷൻ വന്നിരിക്കുകയാണ്. യായിറോസിന്റെ വീട്ടിൽ നിന്ന് നേരിട്ട് മകള് മരിച്ചു എന്ന് ഉറപ്പാക്കി ആ വാർത്തയുമായിട്ട് വന്നിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു ആ വാക്ക് കാര്യമാക്കാതെ. റിപ്പോർട്ട്സ് നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. ബാഡ് റിപ്പോർട്ട്സ് ആർ കമ്മിങ് ഫ്രം അറൌണ്ട്, ഫ്രം എവരിവെയർ. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ബാഡ് റിപ്പോർട്ട്സ് ആണ് വരുന്നത്. ആക്യുറേറ്റ് ആണ്, സത്യസന്ധമായ റിപ്പോർട്ട് ചെയ്യാണ്. ടിവിയിലാണെങ്കിലും റേഡിയോയിലാണെങ്കിലും ഇന്റർനെറ്റിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാം നമ്മൾ കാണുന്നത് ബാഡ് റിപ്പോർട്ട്സ്. യേശു ഒരു ബാഡ് റിപ്പോർട്ടിനെയും കാര്യമാക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ കൊറോണ വൈറസ് വ്യാപനമാണ്, ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന ബാഡ് റിപ്പോർട്ട്സ് ആണ്. സ്റ്റിൽ യേശു ക്രിസ്തു ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം ഫോർ യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അപ്പൊ ഇന്നലെയും ഇന്നും എന്നും ഒരേ ഒരാൾ. അപ്പൊ ഇന്നലെ ആ റിപ്പോർട്ട് കാര്യമാക്കിയില്ല. സത്യത്തിൽ അത് ശരിയാണ്, മരിച്ചു എന്നുള്ള ന്യൂസ് കറക്റ്റാണ്, ആ വീട്ടിൽ നിന്നുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ യേശു ആ വാക്കിനെ കാര്യമാക്കുന്നില്ല. ഇന്നും നമുക്ക് കിട്ടുന്ന ബാഡ് റിപ്പോർട്ട്സിനെ യേശു കാര്യമാക്കുന്നില്ല. അവരേറ്റവും പ്രധാനപ്പെട്ട 3 അപ്പോസ്തലന്മാരാണ്, യോഹന്നാനും പത്രോസും യാക്കോബും. അവിടെ നമ്മൾ കാണും, നിങ്ങൾ ആരവാരവും കരച്ചിലും എന്തിനും, കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുന്നത്ര എന്ന് അവരോട് പറഞ്ഞു. അവനെ പരിഹസിച്ചു, അവനെല്ലാവരെയും പുറത്താക്കി. കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് എന്ന് ബാല എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ തലീഥാ കുമി എന്ന് പറഞ്ഞു. ബാല വലിയൊരു മരണത്തിൽ നിന്ന് ജീവനെ വിളിച്ചു വരുത്തുകയാണ്. മരണത്തിൽ നിന്ന് ജീവനെ വിളിച്ചു വരുത്തുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ജീവന്റെ നായകന്റെ പ്രവർത്തനത്തെ നമ്മൾ കാണും. 2ാമത്തെ ഭാഗം നമ്മൾ വായിക്കുന്നത് ആവർത്തന പുസ്തകം 27-ാം അധ്യായം 16 മുതൽ ഉള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 27-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം ആമേൻ എന്ന് പറയണം. കൂട്ടുകാരന്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, കുരുടനെ വഴി തെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, പരദേശിയുടെയും അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ, അപ്പന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ, അപ്പന്റെ വസ്ത്രം നീക്കിയതുകൊണ്ട് ശപിക്കപ്പെട്ടവൻ, വല്ല മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, അപ്പന്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോടുകൂടെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ, കുറ്റമില്ലാത്തവനെ കൊല്ലാണ്ടതിന്റെ പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. കൊട്ടേഷൻകാരെ കുറിച്ചാണ്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. അപ്പം ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ്, അനുഗ്രഹങ്ങളും ശാപങ്ങളും. ഇപ്പൊ ശാപകരമായ പ്രവൃത്തികളുടെ പട്ടിക അവിടെ പറഞ്ഞിരിക്കുകയാണ്. ആദ്യം നമ്മളൊരു മരണത്തെയാണ് കാണുന്നത്. ആ മരണത്തിൽ നിന്ന് ജീവനെ കൊടുക്കുന്നതിനെ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ തൊട്ട് പറയുക നമ്മൾ കാണുകയാണ്. കാരണം തലീഥാ കൂമി എന്ന് പറഞ്ഞ യായിറോസിന്റെ മകളെ എഴുന്നേൽപ്പിച്ചു. തലീഥാ കൂമി എന്ന് പറഞ്ഞാൽ ബാല എഴുന്നേൽക്കാം എന്നാണ് അർത്ഥം. അങ്ങനെയാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്, ബാല എഴുന്നേൽക്കാം. യേശു സത്യത്തിൽ ഇത് തലീഥാ കൂമി എന്ന് പറഞ്ഞത് അരമായ ഭാഷയിലാണ്, ഗ്രീക്ക് ഭാഷയിലാണ് അത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം കലം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അത് കലമാണ്, പക്ഷെ ഹിന്ദിക്കാരൻ അതൊരു പേനയാണ്. അപ്പൊ അതുപോലെയാണ് ആ വാക്ക് തർജ്ജമ ചെയ്ത് വന്നിരിക്കുന്നത്. ബാല എഴുന്നേൽക്ക. യേശു കർത്താവ് യഥാർത്ഥത്തിൽ പറഞ്ഞത് തലീത്ത് എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന്റെ തോളിൽ കിടക്കുന്ന ആ പ്രാർത്ഥനാ ഷാളാണ്, പ്രയർ ഷാളാണ്.
ആ പ്രാർത്ഥനാ ഷാളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ജീവന്റെ വചനങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കുകയാണ്. അതാണ് യേശു, ദ സ്പോക്കൺ വേർഡ്സ്, അതാണ് തലിത്ത കുമ്മി. ആ പ്രയർ ഷാളാണ് എഴുന്നേൽക്കുന്നത്. അഥവാ ആ പ്രാർത്ഥനകൾ ജീവൻ പ്രാപിച്ചു വരിക. അതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇപ്പം ഇവിടെ പറയുന്നത് കുറെ ശാപങ്ങളാണ്. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് കുറെ ശാപങ്ങൾ. പിന്നീട് പറയാണ്, നീ ദൈവത്തെ അനുസരിച്ച് നടന്നാൽ ദൈവം നിന്നെ ഭൂമിയിൽ ഏറ്റവും ഉന്നത ജാതിയാക്കി മാറ്റും. ഒരു ബ്ലെസ്സിങ്സ് ആണ് നമ്മളവിടെ കാണുന്നത്. അടുത്ത 2 രാജാക്കന്മാർ 4:32. 2 രാജാക്കന്മാർ 4:32. എലീഷ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. തന്റെ വായ് ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലും തന്റെ ഉള്ളംകൈ അവന്റെ ഉള്ളംകൈമേലും വെച്ച് അവന്റെ മേൽ കവണ് കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അവൻ ഉറങ്ങി. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കവന്ന് കിടന്നപ്പോൾ ബാലൻ എഴുന്നേറ്റ് 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൻ ഗേഹസിയെ വിളിച്ച് ശൂന്യക്കാരത്തിയെ വിളിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അവനെ വിളിച്ചു. അവൾ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൾ നിന്റെ മകനെ എടുത്തുകൊണ്ട് പോയി കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അകത്ത് ചെന്ന് അവന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് തന്റെ മകനെ എടുത്തുകൊണ്ടുപോയി. നമ്മൾ അടുത്തായിട്ട് കാണുന്നത് വീണ്ടും ജീവനെ കൊടുക്കുകയാണ്. അത് എലീഷയാണ്. ഞാൻ പറഞ്ഞു യേശു കർത്താവിന്റെ നിഴലായിട്ട്. എലീഷയും ഇതാണ്, ഒരു മുറിക്കകത്ത് കയറി കതകടച്ചിട്ട് ഈ ബാലന്റെ മേൽ കയറി കിടന്നു. മുഖത്തോട് മുഖം ചേർത്ത് വെച്ചു. ഫേസ് ടു ഫേസ്. നമ്മൾ കഴിഞ്ഞ മാസം അതിന്റെ ഒരു സീരീസ് ആയിട്ട് നമ്മൾ ചിന്തിച്ചാണ് ഫേസ് ടു ഫേസ്. ദൈവം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച മനുഷ്യവർഗത്തോട് മുഖത്തോട് മുഖം ചേർക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. സൺ, പുത്രനെ കുറിച്ച് പറയുന്നതാണ്. ഹി വാസ് ഫേസ് ടു ഫേസ് വിത്ത് ദ ഫാദർ. പിതാവിനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പുത്രൻ. അതാണ് റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ഇന്റൻസ് ഫോമാണ്. ഇന്റിമേറ്റ് റിലേഷൻഷിപ്പാണ്. കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുക, മുഖാമുഖം നോക്കിയിരിക്കുക. അപ്പൊ ആ പൊസിഷന് നമ്മുടെ മലയാളത്തിലെ തർജ്ജിമ വളരെ സുന്ദരമായ തർജ്ജിമയാണ്. ഇപ്പൊ ഈ മടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് മുഖത്തേക്ക്. ഇങ്ങനെ ഇപ്പൊ ഒരു കുഞ്ഞിനെ അമ്മ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന, മുഖത്തോട് മുഖം നോക്കുക ഇങ്ങനെ. ഫേസ് ടു ഫേസ്. അതാണ് അതിൻ്റെ ഒരു നിഴലായിട്ടാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. എലീഷ തൻ്റെ മുഖം കൊണ്ട്, ഇപ്പൊ നമ്മള് കാമുകന്മാരൊക്കെ മുഖത്തോട് മുഖം നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഒരു അമ്മ കുഞ്ഞിനെ മുഖത്തോട്ട് നോക്കിയിരിക്കും. പക്ഷെ ഒരു ഡെഡ് ബോഡിയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് നിങ്ങൾ എത്ര പേർക്ക് പറ്റും? ഒരാൾ കൊറോണ ബാധിച്ച് മരിച്ചു കിടക്കുകയാണ്. അപ്പം അയാളുടെ മുഖത്തുണ്ട് ഇങ്ങനെ മുഖം വെച്ച് നിങ്ങൾ നോക്കിയിരിക്കുമോ? പാസ്റ്റർമാർക്കെല്ലാം ആശുപത്രി സന്ദർശനം വളരെ കൂടുതലായിരുന്നു. അവസാനം RSSകാർ ഇറങ്ങി തല്ലി ഓടിക്കുന്നതായിട്ട് വീഡിയോ കണ്ടു. പിന്നെ അതിന്റെ പ്രതിഷേധം കണ്ടു. എന്തോ ഒരു ബഹളമായിരുന്നു. ഇപ്പോൾ ഒരു മനുഷ്യനും ആശുപത്രി സന്ദർശിക്കുന്നില്ല. അവിടെ വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ടെന്ന് സർക്കാർ പറയുന്നുണ്ട്. എന്നാൽ അത്ഭുത സിദ്ധികളുള്ള ഇവർക്ക് വോളണ്ടിയർമാരാകാൻ വേണ്ടി ആരും പോകുന്നില്ല. ഫോണിൽ കൂടെ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുക, ഫോണിൽ കൂടെ 21 ദിവസം ഉപവസിപ്പിക്കുകയാണ്. കാരണം ഇവരുടെ ഈ നീരാളി ഹസ്തങ്ങളിൽ നിന്ന് ഗവൺമെന്റ് ഓർഡർ ഇട്ട് ജനത്തെ വിടുവിച്ചിരിക്കുകയാണ്. ദൈവം വിടുവിച്ചിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഗ്ലോറിയസ് ഗോസ്പൽ സീരീസുകൾ കേട്ടോണ്ടിരുന്ന നിങ്ങൾക്ക് അറിയാം, ഞാൻ ഏറ്റവും നിരന്തരം പറഞ്ഞാണ്, നിങ്ങൾ ഈ അമിതമായ പ്രാർത്ഥനയ്ക്ക് പോക്ക് അവസാനിപ്പിച്ച് വീട്ടിൽ ഇരിക്കണം, വീട്ടിലുള്ളവരെ കാണണം, വല്ല വർത്തമാനം പറയണം. ഇല്ലേ, നിങ്ങൾ എല്ലാം കേട്ടല്ലോ. എത്ര പ്രാവശ്യം? 1 2 അല്ല, സെവറൽ ടൈംസ് പറഞ്ഞാണ്. അവസാനം ഇപ്പൊ അതിനുള്ള സമയം വന്നിരിക്കുകയാണ്.
അതുകൊണ്ട് നിങ്ങൾ വീട്ടിലുള്ള പിള്ളേരുടെയൊക്കെ കൂടെ ഇരുന്ന് വല്ല ക്യാരംസ് കളിക്കുവോ ചീട്ട് കളിക്കുവോ വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യുക, സന്തോഷിക്കുക, വല്ല കോമഡിയൊക്കെ കാണുമോ, ഷെയർ ചെയ്യുകയോ, നിങ്ങളുടെ കാര്യങ്ങൾ പറയുമോ, നിങ്ങളുടെ പഴയ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ മക്കളോട് പറയും. ഇതൊന്നും സമയമില്ലല്ലോ, എല്ലാം ട്യൂഷൻ, എൻട്രൻസ് കോച്ചിങ്, പിന്നെ ആ കോച്ചിങ് ഈ കോച്ചിങ്, അത് കഴിയുമ്പം പാസ്റ്റർമാരുടെ വക ജിംനാസ്റ്റിക്സ്, ശാപം പൊട്ടിക്കൽ, ഇതൊക്കെ ആയിട്ട് ഒരു സുബോധം ഇല്ലാതെ നടക്കുകയായിരുന്നു വിശ്വാസികളെല്ലാം. എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ലോകത്തിരുന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, മണ്ണിൽ കാല് കുത്താനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. ആ സമയത്ത് ഉപദേശിമാർ വിടത്തില്ല, ഇവന്മാർ ഫോണിൽ കൂടെ വരികയാണ്. ഇത്ര ശുഷ്കാന്തി ഉള്ളവരാണെങ്കിൽ ഇവർ ഈ കൊറോണ ബാധിച്ചവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. കാരണം വചനമാണല്ലോ എല്ലാം. നിങ്ങൾ ആരുടെയും മേൽ കൈവച്ചാൽ സൗഖ്യമാകുമെന്നാണല്ലോ മർക്കോസ് 16:16 അതാണല്ലോ വിശ്വസിക്കുക സ്നാനം ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും. പിന്നെ നിങ്ങൾ കൈവച്ചാൽ, അപ്പൊ നിങ്ങൾ ദയവായി വരണം, കൈവെക്കണം. ശാപം പൊട്ടിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കൈവെക്കണം. നിങ്ങൾക്ക് ഇപ്പൊ എന്താ കൈവെക്കണ്ടാത്ത? നിങ്ങളിപ്പോ എന്താ ഈ ഫോണിൽ കൂടെ പിന്നെ വിടുതൽ കൊടുത്തോണ്ടിരിക്കുന്നത്, ഫോണിൽ കൂടെ പൊട്ടിക്കുന്നത്? നേരിട്ട് വരണമെന്നേ, നിങ്ങൾ ഇറങ്ങി വന്ന് പൊട്ടിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്നലെ നമ്മുടെ സ്വർഗീയ വിരുന്നിന്റെ സെക്കൻഡ് ഇൻ കമാൻഡന്റ് ആയിരിക്കുന്ന തോമസ് കുട്ടിയുടെ ഒരു പ്രസംഗം ലൈവിൽ കേട്ടു. കുറെ പേര് എനിക്ക് അത് അയച്ചു. അതിനകത്ത് അദ്ദേഹം പറയാണ്, വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. വൈകിയ വേളയിലെങ്കിലും തോമസ് കുട്ടി അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. തോമസ് കുട്ടി പറയുന്നതാണ്, ഈ കല്ല് കൊത്താനുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്നത് പോലെ സൗഖ്യമാക്കാനുണ്ടോ എന്ന് ചോദിച്ച് യേശു നടന്നില്ല. എടാ 100% കൈ കൊടുത്തിരിക്കുന്നു, തോമച്ച അതാ കൈ പിടിച്ചു. ഇതെല്ലാം ഞാനും പറഞ്ഞുകൊണ്ടിരുന്നേ. ഈ പൂശാനുണ്ടോ യേശു കർത്താവും ശിഷ്യന്മാരാണ്. പക്ഷെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഹൈവേയുടെ മുഴുവൻ സൈഡിലും സൗഖ്യമാക്കാൻ, ശാപം പൊട്ടിക്കാന്ന് പറഞ്ഞ് ബോർഡ് വെച്ചാൽ, എന്നിട്ട് ഇപ്പം നേരെ തിരിച്ചു പറയുന്നത് യേശു അങ്ങനെ നടന്നില്ലെന്ന്. ഇപ്പൊ പറയാണ്, ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ സൗഖ്യമാക്കാം. നിങ്ങളുടെ അടുത്ത് എങ്ങനെ വരും? നിങ്ങളൊക്കെ എവിടെ ഇരിക്കുന്ന ആരാ അറിയും? മമ്മൂട്ടിയുടെ ഒരു പ്രസ്താവന കണ്ടു, അയൽപ്പക്കത്തുള്ളവർ ഓർക്കണമെന്ന്. മമ്മൂട്ടിയുടെ വീടിന് എവിടെയും അയൽപക്കം ഉണ്ടോ? അയൽപ്പക്കത്തുള്ളവർക്ക് കയറി ചെല്ലാൻ പറ്റുന്ന പരുവത്തിലാണോ അദ്ദേഹം താമസിക്കുന്നത്? അയ്യോ, എന്തോ ഒരു ഇതാണെന്നറിയാം. മമ്മൂട്ടി വന്നിട്ട് പറയാണ്, നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ ഓർക്കണം, നമ്മൾ പങ്കുവെച്ചു കൊടുക്കണം, നമ്മുടെ അവർക്കൂടെ കൊടുക്കണം. അങ്ങനെയൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽപക്കമില്ലാതെ ആരുമില്ല, മനുഷ്യരുമായിട്ട് ബന്ധമില്ലാതെ കേരളത്തിൽ തന്നെ വലിയ കോട്ടകൾ കെട്ടിയിട്ട് സെക്യൂർ ആക്കിയിട്ട് അങ്ങ് അകത്ത് കയറി താമസിക്കുന്ന ആളുകളാണ്. അവരെയൊക്കെ കാണാനും അപ്പോയിന്റ്മെന്റ് എടുത്താൽ അപ്പോയിന്റ്മെന്റ് പോലും കിട്ടത്തില്ല. 100 കണക്കിന് കടമ്പകളാണ്, മതിൽക്കെട്ടുകളാണ്. അതിന്റെ എല്ലാം അങ്ങ് അകത്ത് പോയി താമസിക്കുകയാണ്. ആർക്കും ആക്സസ്. വേറൊരാൾ ഇവിടുന്നേ സ്ഥലം വിട്ടു, വേറൊരു തന്റെ ഇടവകയും തന്റെ ആടുകളും ഇവിടെ കിടക്കുമ്പോൾ വിദേശ രാജ്യത്ത് പോയി സേഫ് ആയിട്ടിരിക്കുക. എന്നിട്ട് അവിടുന്ന് ഫോണിൽ കൂടെ വിടുതൽ അയച്ചോണ്ടിരിക്കും. ഞങ്ങളൊക്കെ എവിടെ സാധാരണ ആളുകൾ എവിടെ വന്ന് കാണുമെന്ന് ഈ പറയുന്നേ? യേശു കർത്താവിന്റെ അടുത്ത് എന്നവരെയാണ് സുഖപ്പെടുത്തിയത്. യേശു കർത്താവിന്റെ അടുത്ത് ആർക്കും ചെല്ലാമായിരുന്നു. അവൻ ജനിച്ചത് തന്നെ ഒരു കല്ലിന്റെ ഗുഹയിലാണ്. പിന്നെ അവൻ കിടത്തപ്പെട്ടത് ഒരു പുൽക്കൂട്ടിലാണ്. ലോവ്ലിയസ്റ്റ് പീപ്പിൾ, ഏറ്റവും താണ ഇടയന്മാർക്ക് പോലും ആക്സസ് ഉണ്ടായിരുന്നു. ഒരാശുപത്രിയിലാണ് ജനിച്ചെങ്കിൽ ഒരു സെക്യൂരിറ്റി എല്ലാം അവിടെ തടഞ്ഞു നിർത്തി ചോദിക്കും, ആരെ കാണാനാണ് പോകുന്നത്, എപ്പോഴാണ് പോകുന്നത്, പേരവിടെ എഴുതി വെക്കുക. ഇതൊന്നുമില്ല, നോ ഫോർമാലിറ്റി. അപ്പൊ ആർക്കും ചെല്ലാവുന്ന, ആർക്കും ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണ് യേശു കടന്നത്. യേശു എപ്പോഴും അങ്ങനെയായിരുന്നു. ചുങ്കക്കാരുടെയും പാപികളുടെയും വേശികളുടെയും ഒക്കെ നടുവിലൂടെയാണ് നടന്നത്. അതുകൊണ്ട് മമ്മൂട്ടി ആയാലും തോമസ് കുട്ടി ആയാലും ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. അല്ല പിന്നെ അത് പ്രൂവ് ചെയ്യണം. അയൽപക്കവും അയൽക്കാരും ഒക്കെ ആയിട്ട് മമ്മൂട്ടി താമസിച്ച് കാണിക്കട്ടെ, എന്നിട്ട് പറ. അല്ലാതെ ഇങ്ങോട്ട് നാട്ടുകാർ ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മമ്മൂട്ടി ആദ്യം അങ്ങനെ ഒരു താമസിക്കുന്ന ഒരു വീട് ഒക്കെ ഞങ്ങൾ കാണട്ടെ. അയൽക്കാരെ കാണാം. എന്നാണ്ടാ ഊയ് എന്നൊക്കെ വിളിക്കുന്ന കയ്യിലേക്ക് എടുത്ത് പുള്ളി രാവിലെ പിന്നെ മുറ്റത്ത് നിന്ന് വല്ല് തെക്കുമ്പം മതിലിന്റെ അപ്പുറത്തെ വീട്, ഇപ്പുറത്തെ വീട്, അങ്ങനെ 4 അയൽക്കാരുമായിട്ട് മുറ്റത്ത് നിന്ന് തന്നെ വർത്തമാനം പറയാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ആ മലയാളികൾ അങ്ങനെയാണ് താമസം. നിങ്ങളെപ്പോലെ മതിൽക്കെട്ടിനകത്ത് താമസിക്കുന്ന മഹാന്മാരുടെ ഒന്നും ഇങ്ങനത്തെ സൂക്തങ്ങളുടെ ഒന്നും ആവശ്യം സാധാരണക്കാർക്കില്ല. സാധാരണക്കാർ സഹകരിച്ചും സഹായിച്ചും പങ്കുവച്ചും ഒക്കെയാണ് താമസിക്കുന്നത്. അതിന് ഈ ശാപം പൊട്ടിക്കാൻ കഴിവുണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങി നേരെ ചെന്നിട്ട് ശാപം പൊട്ടിക്കണം. ഇതൊരു ശാപമാണ്, പൊട്ടിക്കേ. ഹീലിംഗ് ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ പോയി കൈവച്ച് സൗഖ്യമാക്കാം. അങ്ങനെയാണല്ലോ ബൈബിളിൽ പറയുന്നത്. സോളാ സ്ക്രിപ്ചറേ അല്ലേ? വേദപുസ്തകം പറയുന്നതിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാൻ പറ്റത്തില്ലല്ലോ. പോയി കൈവച്ച് സൗഖ്യമാക്കുക. ഇല്ല പിന്നെ ഇത് കഴിയുമ്പോൾ ഇറങ്ങരുത്. പോയി കൈവച്ച് എല്ലാവരും സൗഖ്യമാക്കുക. തൊട്ട് സൗഖ്യമാക്കാനാണല്ലോ ബൈബിളിൽ പറയുന്നത്. അങ്ങനെ മർക്കോസ് 16:16 അത് വെച്ചാണല്ലോ അപ്പോസ്തോലിക സഭകളെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. അതാണ്ട് കിടക്കുന്നു. ഞാൻ വായിച്ച് കേൾപ്പിക്കാം.
വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധി അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. നിങ്ങൾ പോയി രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യമാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യും. നമ്മൾ പറഞ്ഞത് ഫേസ് ടു ഫേസ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ, അതായത് ഈ മരിച്ചു കിടക്കുന്ന ഈ ബാലന്റെ മൃതശരീരത്തിന്റെ അടുത്ത് എന്നിട്ട് ആ മൃതശരീരത്തിന്റെ മുകളിൽ കയറി എലീഷ കിടന്നിട്ട് എലീഷ തൻ്റെ മുഖം അവന്റെ മുഖത്തിന്റെ നേരെ കൊണ്ടുവന്ന് തൻ്റെ വായ ബാലന്റെ വായോട് ചേർത്ത് വെച്ചു. നിങ്ങളത് ഭാവനെ കാണണം, ശവമാണെന്ന് ഓർക്കണം. ആ സെയിം കാര്യമാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. മനുഷ്യവർഗം, മരിച്ചു കിടക്കുന്ന മനുഷ്യവർഗത്തെ തേടി ദൈവം ഇറങ്ങി വന്നിട്ട് ദൈവത്തിന്റെ മുഖം നമ്മുടെ മുഖത്തോട് ചേർത്ത് വെച്ചു. മുഖാമുഖം, ഫേസ് ടു ഫേസ് വിത്ത് ദ ലോർഡ്. നമ്മിലേക്ക് ജീവശ്വാസം. അതായത് ആദാമിന്റെ മൺപ്രതിമയുടെ മൂക്കിലേക്ക് ദൈവം ആദിയിൽ എങ്ങനെ ജീവശ്വാസം ഊതിയോ അതുപോലെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന മനുഷ്യവർഗത്തിന്റെ മുഖത്തേക്ക് ദൈവം മുഖത്തോട് മുഖം വെച്ച് ജീവശ്വാസം ഊതി. ഹോശേയ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 6 വരെ. വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും, അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എഫ്രായിമെ ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു, യഹൂദയെ ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു. നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയും ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടി, എന്റെ വായിലെ വചനങ്ങളാൽ അവരെ കൊന്നുകളഞ്ഞു. എന്റെ ന്യായം വെളിച്ചം പോലെ ഉദിക്കുന്നു. യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. നമ്മൾ ഇന്നലെ വായിച്ച ശലോമോൻ പറഞ്ഞൊരു കാര്യം ഇന്നലെ വായിച്ചായിരുന്നു. എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. സഭാപ്രസംഗിയില് ഇന്നലത്തെ വായനഭാഗത്തില് ശലോമോൻ പറഞ്ഞായിരുന്നു, ഈ പരിജ്ഞാനമില്ലാത്ത മൂഢന്മാരുടെ യാഗം, മൂഢന്മാരുടെ യാഗത്തെക്കാളും പരിജ്ഞാനത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇപ്പൊ ഇവിടെ അതേ കാര്യം വീണ്ടും ഹോശേയ പറയാണ്, യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവ പരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മ ആചാരങ്ങളിലോ നിങ്ങളുടെ അസംബ്ലിങ്ങിലോ ഒന്നുമല്ല ദൈവം പ്രസാദിക്കുന്നത്, ദയയിലാണ്. യാഗത്തിലല്ല, കരുണയിൽ അത്രയും നാം പ്രസാദിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവനുള്ള വായനാഭാഗങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ്. നിരന്തരം വീണ്ടും അതേ കാര്യം പറയുകയാണ്, യാഗത്തിലല്ല ദയയിലാണ്. പിന്നെ അടുത്ത് പറയാണ്, ഹോമയാഗങ്ങളെക്കാൾ ദൈവ പരിജ്ഞാനത്തിൽ ഞാൻ പ്രസാദിക്കുന്നു. അപ്പം അത്യുന്നതനെ കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവിക പരിജ്ഞാനം, നോളജ് ഓഫ് ഗോഡ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിന്റെ അറിവ്, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന്റെ പരാതി എന്താണ്? ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ഇപ്പൊ ദൈവത്തിന്റെ ഏറ്റവും വലിയ പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. അതും ഹോശേയാവ് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തിന്റെ സ്നേഹം എന്താണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, ദൈവത്തിന്റെ മനോഭാവം എന്താണ്, ദൈവത്തിന് വേണ്ടത് എന്താണ്. ദൈവത്തിന് ഒരു യാഗവും വേണ്ട. മാനുഷ്യകരങ്ങളാലുള്ള ഒരു ശുശ്രൂഷയും അവൻ ആവശ്യമില്ല. അവൻ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഒരു തരത്തിലുമുള്ള ശുശ്രൂഷ ദൈവത്തിന് ആവശ്യമില്ല. അവൻ ഒന്നിനും കുറവുള്ളവനല്ല. എന്തെങ്കിലും കുറവുള്ളവനോ എന്തെങ്കിലും ആവശ്യമുള്ള ആളോ ആണെങ്കിൽ ദൈവമായിട്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് നമ്മളവിടെ വായിക്കുന്നത്. അവൻ നമ്മെ കടിച്ചു കീറി, അവൻ നമ്മെ സൗഖ്യമാക്കും, അവൻ മുറിവ് കെട്ടും, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ച് വായിക്കണം. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ വായിക്കുകയാണ്, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. ആരെ? 3-ാം ദിവസം അവനെ എഴുന്നേൽപ്പിക്കുമെന്നല്ല പ്രവചനം. 3-ാം ദിവസം
നമ്മെ എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തു മരിച്ച കൂടെ മുഴു മനുഷ്യവർഗവും മരിച്ചു. ക്രിസ്തു മരിച്ച കൂടെ മുഴു മനുഷ്യവർഗവും മരിച്ചു. അതുകൊണ്ടാണ് മൂന്നാം ദിവസം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ മുഴു മാനവരാശിയും ഉയർത്തെഴുന്നേറ്റു. കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ 5 പൗലോസ്ലീഹ ഇതാണ് എഴുതി വച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ 2 കൊരിന്ത്യർ 5:14 എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. അപ്പൊ ആർക്കു വേണ്ടിയാണ് ഈ ഒരുവൻ മരിച്ചത്? എല്ലാവർക്കും വേണ്ടി. ആ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാണ്? നിങ്ങൾ സ്വയം മനസ്സിൽ ഉത്തരം കണ്ട് പൂരിപ്പിക്കുക. ബൈബിൾ കൈവശമുള്ളവർ ദയവായി കൈനീട്ടി അതെടുത്ത് അല്ലെങ്കിൽ 2 കൊരിന്ത്യർ 5:14 വായിക്കുക. നിങ്ങളുടെ ഡിവൈസിലോ ബൈബിളിലോ ഒക്കെ എടുക്കാം. എടുത്തിട്ട് നോക്കുക. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇപ്പൊ ഈ ചില ആളുകൾ വന്ന് ക്രിസ്തു ഒരിക്കലായിട്ടാണ് മരിച്ചത്, ക്രിസ്തു ഓരോ പ്രാവശ്യവുമായിട്ട് മരിക്കുന്നില്ല. അങ്ങനെ ലോകാരംഭം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ഒരിക്കലായിട്ടാണ് മരിച്ചത്. ഇനി നമുക്ക് ഓരോരുത്തർക്കും പോയി ക്രിസ്തുവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ്. ചില ആളുകൾ പറയുന്ന അബദ്ധം പറഞ്ഞു, സ്നാനത്തിൽ നമ്മൾ അവനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു. പരമ അബദ്ധമാണ്. കാരണം ഒരാൾ സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ മരിക്കണമെങ്കിൽ ആ സ്നാനപ്പെടുന്ന ആളോട് ക്രിസ്തുവും കൂടെ മരിക്കണം. അപ്പോൾ ഓരോ സ്നാനത്തിലും കർത്താവ് പിന്നെ മരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ എല്ലാവരും മരിച്ചു എന്നുള്ളത് ഇറ്റ്സ് എ ഡൺ ഡീൽ, സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ക്രിസ്തു മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു. അതിനാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അബ്രഹാം ദശാംശം മൽക്കീസദേക്കിന് കൊടുത്തപ്പോൾ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മകനായ ലേവി അബ്രഹാമിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ലേവിയും ദശാംശം കൊടുത്തു എന്നാണ് എബ്രായ ലേഖനം പറയുന്നത്. അബ്രഹാമാണ് ദശാംശം കൊടുത്തത്. പക്ഷെ അതിനുശേഷം 3 തലമുറ കഴിഞ്ഞ് ജനിക്കാനിരിക്കുന്ന ലേവിയും ആ ആക്ടിൽ പങ്കാളിയായിരുന്നു എന്ന് ബൈബിൾ അസന്നിഗ്ധമായി പറയുമ്പോൾ ക്രിസ്തു കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ മുഴു മനുഷ്യവർഗവും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് ഹോശിയ പ്രവചനം, ഇന്നത്തെ വായനാഭാഗമാണ്, 6-ാം അധ്യായത്തിൽ പറയുന്നത്, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, മനുഷ്യവർഗത്തെ എഴുന്നേൽപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മയാണ് എഴുന്നേൽപ്പിക്കുന്നത്. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും.
സുവിശേഷം കേട്ടു. ഈ നാരികൾ സുവിശേഷം കേട്ടു. സുവിശേഷം കേട്ടപ്പോൾ അവർ ചെന്ന് പറയുകയാണ്, അവർ കേട്ട സുവിശേഷം എന്താണ്, അവർ അറിയിച്ച സുവിശേഷം എന്താണ്? ഇറ്റ്സ് ദ റിയൽ ഗോസ്പൽ. റിയൽ ഗോസ്പൽ. മശിഹ മരണത്തെ കൊന്നു. മശിഹ മരണത്തെ കൊന്നു. അപ്പൊ കുരിശിൽ മരിച്ചത് ആരാണ്? കുരിശിൽ മരിച്ചത് യേശുവാണെന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുരിശിൽ മരിച്ചത് മരണമാണ്. ദാറ്റ്സ് ദ ഗോസ്പൽ. മശിഹ മരണത്തെ കൊന്നു, ബന്ധിതരെ വിടുവിച്ചു, പോയി അറിയിപ്പീൻ. ദിസ് ഈസ് ഗോസ്പൽ. അപ്പൊ മതത്തിന്റെ കച്ചവടം ഈ പേരിൽ നടത്തുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം. അതാണ് അവർ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഭാഗം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 27 മുതലുള്ള വാക്യം. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ട് ചങ്ങലക്കാരെല്ലാം ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ചു. വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലൂസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലൂസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാനന്മാര്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാം താമസിക്കാതെ സ്നാനമേറ്റ് പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു. അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ അവർ വീടടക്കം ആനന്ദിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി ചിന്തിച്ചാണ്. ഫിലിപ്പിയയിലെ കാരാഗ്രഹത്തിൽ പൗലുസും ശീലാസും ആരാധിച്ചുകൊണ്ടിരുന്നു. അവർ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ തടവുകാർ കേട്ടുകൊണ്ടിരുന്നു. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അല്ല, ആരാധിച്ചവന്റെ മാത്രം ചങ്ങലല്ല അഴിഞ്ഞു വീണ്, ചുമ്മാ കേട്ടോണ്ടിരുന്നവന്റെ ചങ്ങല. അപ്പൊ ദൈവീക വിടുതൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ദേശത്തിന് മുഴുവനായിട്ടാണ് വിടുതൽ കൊണ്ടുവരുന്നത്. അല്ലാതെ ആരാധിക്കുന്നവർക്ക് വിടുതൽ, ആരാധിക്കാത്തവർക്ക് വിടുതലില്ല, അങ്ങനെയല്ല. അവൻ സൂര്യനെ ഉദിപ്പിച്ചാൽ എല്ലാവർക്കും വേണ്ടിയാണ് സൂര്യനെ ഉദിപ്പിക്കുന്നത്. അവന് മഴ പെയ്യ്ക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയാണ് മഴ പെയ്യ്ക്കുന്നത്, മഞ്ഞും മഴയും അല്ല. അവന് മുഖപക്ഷമില്ല. അവൻ കൊറോണ വൈറസ് ഇപ്പം ഭൂമിയിൽ വന്നിരിക്കുമ്പോഴും എല്ലാവരെയും അത് ബാധിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അത്ഭുത പ്രവർത്തകരൊക്കെ മറഞ്ഞിരിക്കുന്നത്. അല്ല പിന്നെ അവർ സ്പെഷ്യൽ പീപ്പിൾ ആണ്, വേറെ ആർ ദ സ്പെഷ്യൽ പീപ്പിൾ. അപ്പൊ അതുകൊണ്ടാണ് ആ ഫൂളിഷ്നെസ്സിനാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. നമ്മൾ ഗ്ലോറിയസ് ഗോസ്പലിൽ ആദ്യം തൊട്ട് പറയുന്നതാണ്, ആർക്കും ഒരു പ്രത്യേകതയില്ല, എല്ലാവരും സെയിം ആണ്, എല്ലാവരും ദൈവമക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഇല്ല. പ്രത്യേകത ഉള്ളവരുണ്ടെങ്കിൽ, അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, നൗ യു ക്യാൻ പ്രൂവ് ദാറ്റ്. നിങ്ങളുടെ ആ പ്രത്യേകത പ്രൂവ് ചെയ്യാം. ആരെയും കാണുന്നില്ല. കഴിഞ്ഞ പ്രളയത്തിന് നമ്മളത് പറഞ്ഞാണ്. പ്രളയത്തിനും കുടുങ്ങിക്കിടന്ന അതിഭക്തിയുള്ള പെന്തക്കോസ്തുകാരെ രക്ഷിക്കുവാനും കൊല്ലത്തിൽ നിന്ന് കത്തോലിക്കർ വരേണ്ടി വന്നു എന്ന് നമ്മൾ പറഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്ന് കത്തോലിക്കരുടെ ഒക്കെ വീട്ടിൽ കയറി ചോദിച്ചോണ്ടിരുന്നതാണ്. അവസാനം രക്ഷപ്പെടുത്തത് കത്തോലിക്കർ വന്നാണ്. ഈ മത്സ്യത്തൊഴിലാളികളും മുക്കുവന്മാരെല്ലാം കൂടെ ബോട്ടെ വന്നാണ് ഇവരെ രക്ഷപ്പെടുത്തത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസത്തേക്ക് അടക്കമുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഇറങ്ങിയായിരുന്നു. ഈ കൊറോണയുടെ കഴിയുന്നതോടുകൂടെ ഈ കൊറോണ കുറെ പേരെ ജ്ഞാനസ്നാനം കൊടുക്കും. ഈ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, പരിജ്ഞാനമാണ്. ഇപ്പം പറഞ്ഞില്ലേ, പരിജ്ഞാനത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അതുകൊണ്ട് ഈ ജ്ഞാനസ്നാനം എന്ന് പറയും. ഇപ്പൊ ദൈവിക ജ്ഞാനത്തിലൊരു സ്നാനം, മാനസാന്തരമൊക്കെ ഇതോടുകൂടെ വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. മിക്കവാറും ഇതോടുകൂടെ വരുമായിരിക്കും. അപ്പോൾ ഈ കാരാഗ്രഹ പ്രമാണി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. അപ്പോൾ പൗലൂസ് പറയാണ്, അരുത്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട്, ആരും പോയിട്ടില്ല. ആത്മഹത്യക്ക് ശ്രമിക്കുന്നവർക്കുള്ള ആശ്വാസത്തിന്റെ ദൂതാണ്. ഞങ്ങളാരും പോയിട്ടില്ല, എല്ലാവരും ഇവിടെയുണ്ട്. സോ ബി ചിയർഫുൾ, വിശ്വസിക്കുക, സന്തോഷമായിട്ടിരിക്കുക.
അടുത്ത വേദവായന ഭാഗം 1 തിമോത്തിയോസ് 1-ാം അധ്യായമാണ്. 1 തിമോത്തി 1-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുന്നു. 1 തിമോത്തി 1-ാം അധ്യായം 1 മുതൽ. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലൂസ്. ഇപ്പം ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്, ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ചിട്ടാണ് ഈ ഫേസ്ബുക്കിലിരുന്ന് യേശു ക്രിസ്തുവും ദൈവവും ഒന്നാണെന്നും പറഞ്ഞ് ഈ നടക്കുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയും, പിതാവും പുത്രനും ഒന്ന്. എത്ര വ്യക്തമായിട്ടായിരുന്നു നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുയേശുവിന്റെയും കൽപ്പന പ്രകാരം. എന്നിട്ട് പിന്നെ ഇവർ പറയാത് ഒന്നാണ്. ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലൂസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. കണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, തൃത്വമാണെങ്കിൽ പരിശുദ്ധാത്മാവ് എവിടെ പോയി? പരിശുദ്ധാത്മാവിലാണ് ഈ ലേഖനം എഴുതുന്നത്. ഹോളി സ്പിരിറ്റ് ഈസ് വിത്ത് അസ്. We are the temple of the Holy Spirit. We are the temple of the Holy Spirit. നിങ്ങൾ ഈ എബ്രായ ലേഖനം 12 നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന്റെ അടുക്കലല്ല നമ്മൾ വന്നിരിക്കുന്നത്. കാഹളനാദം, അന്തതമസ്, കൊടുങ്കാറ്റ്, വാക്കുകളുടെ ശബ്ദം, അങ്ങനെയല്ല. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ആരുടെ അടുക്കലാണ്? അപ്പം അതേക്കുറിച്ചുള്ള എബ്രായ ലേഖനത്തിലെ ഭാഗം നമ്മളെപ്പോഴും വായിക്കുന്നതാണ്. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കും. അപ്പൊ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ ആത്മാക്കളെ, നീതിമാന്മാരുടെ ആത്മാക്കളെ കാണാം, മാലാഖമാരെ കാണാം, യേശുവിന്റെ രക്തം, യേശു കർത്താവ്, പിതാവായ ദൈവം, ഇവരെല്ലാം കാണാം. പക്ഷെ പരിശുദ്ധാത്മാവില്ല. അപ്പൊ നമ്മൾ വർഷിപ്പിന് ചെല്ലുമ്പോൾ മീറ്റ് ചെയ്യുന്ന ഇവരെയാണ്. അപ്പൊ പിതാവും പുത്രനും ദൂതന്മാരും അവിടെയുണ്ട്. വേർ ഇസ് ഹോളി സ്പിരിറ്റ്? ഹോളി സ്പിരിറ്റ് ഈസ് വിത്ത് അസ്, ഹെൽപ്പിംഗ് അസ്, സെർവിങ് അസ്, എക്വിപ്പിംഗ് അസ്, എനേബിളിംഗ് അസ്, എൻകറേജിങ് അസ്. നമ്മളിൽ വസിച്ച് നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എക്വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് വർഷിപ്പ്. അതുകൊണ്ടാണ് അവിടെ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് എഴുതാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലൂസ് പറയാണ്, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കദോനിയയിലേക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല. ന്യായപ്രമാണമോ നീതിമാനല്ല. അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷ മൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യ ഉപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്ര വെച്ചിരിക്കുന്നു എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. അപ്പം ഈ പൗലുസ്ലിഹ പറയാണ് ന്യായപ്രമാണത്തിന്റെ ഉപയോഗം. ന്യായപ്രമാണമോ എന്തിനാണ്? നീതിമാനല്ല. അപ്പൊ നീതിമാൻ ഒരുത്തൻ പോലും ഇല്ലെന്നും ബൈബിളിൽ പറയുന്നുണ്ട്. ദർ ആർ സോ മെനി കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ്. പക്ഷെ ആ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ റിക്കൺസൈൽ ചെയ്യണം. അവിടെയാണ് ഗോസ്പൽ എന്താണ്,
ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരൊറ്റ നോട്ടത്തിൽ വായിക്കും ഇതെല്ലാം പരസ്പര വിരുദ്ധമായിട്ട് തോന്നും. കാരണം നീതിമാൻ ഒരുത്തം പോലും ഇല്ല എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയാണ് നീതിമാനല്ല എന്ന്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വി ആർ ജസ്റ്റിഫൈഡ് ഫ്രീലി, സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു റോമാലേഖനം വായിക്കുമ്പം അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ റോമാലേഖനം 4-ാം അധ്യായം അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുക. എന്നിട്ട് പറയാണ് അബ്രഹാം പ്രവൃത്തികളാൽ അല്ല നീതീകരിക്കപ്പെട്ടത്, വിശ്വാസത്താലാണ്. ഇല്ലേ? നിങ്ങൾ വായിക്കുന്നില്ലേ? നിങ്ങൾ റോമാലേഖനം വായിച്ചു. അതേസമയം നിങ്ങൾ യാക്കോബിന്റെ ലേഖനം എടുത്ത് വായിച്ചാൽ അവിടെ അബ്രഹാമിന്റെ കാര്യം തന്നെ എഴുതിച്ച് യാക്കോബ് എഴുതിയിരിക്കുകയാണ് അബ്രഹാം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെട്ടത്, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം റോമാലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ് അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്, പ്രവൃത്തികളാൽ അല്ല എന്ന് റോമാലേഖനത്തിൽ എഴുതുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ് അബ്രഹാം പ്രവൃത്തികളാൽ കൂടിയാണ് നീതീകരിക്കപ്പെട്ടത്, വിശ്വാസത്താൽ മാത്രമല്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്, നിഷ്ഫലമാണ്. അതുകൊണ്ട് പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെട്ടത്. ഇപ്പോൾ ഉണ്ടോ? റോമാലേഖനത്തിൽ വേറൊരാളുടെ അല്ല, അബ്രഹാമിന്റെ തന്നെ കാര്യം. അബ്രഹാമിനെ പറ്റി പറഞ്ഞിട്ട് പൗലൂസ് പറയാണ് വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു. എന്നാൽ യാക്കോബ് അബ്രഹാമിന്റെ കാര്യം തന്നെ എഴുതിച്ച് പറയാണ് ഇന്നാണെങ്കിൽ അടിയും പിടിയും സംവാദം ഉണ്ടാകാൻ വേറെ പണി. പക്ഷെ യാക്കോബ് എഴുതിയതും പൗലൂസ് എഴുതിയതും രണ്ട് കാര്യം പരസ്പര വിരുദ്ധമാണോ? നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വായിച്ചു നോക്കുക റോമാലേഖനും യാക്കോബിന്റെ ലേഖനം. റോമാലേഖനം യാക്കോബ് പൗലൂസ് അബ്രഹാമിന്റെ കാര്യം എഴുതിച്ച് പറയുന്നത് വിശ്വാസത്താലാണ് നീതീകരണം, വിശ്വാസത്താൽ. ഈ യാക്കോബും പൗലൂസും എഴുതിയത് രണ്ട് കാര്യമാണ്, വ്യത്യസ്തമായ കാര്യമാണ്. പൗലൂസ് എഴുതിയത് ജസ്റ്റിഫിക്കേഷൻ ബിഫോർ ഗോഡാണ്, ദൈവത്തിന്റെ മുമ്പാകെയുള്ള നീതീകരണമാണ്. അപ്പൊ ദൈവത്തിന്റെ മുമ്പാകെയുള്ള നീതീകരണം നോട്ട് ബേസ്ഡ് അപ്പോൺ അവർ മെറിറ്റ്സ്, നോട്ട് ബേസ്ഡ് അപ്പോൺ അവർ പെർഫോമൻസ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് സൗജന്യമാണ്. മനസ്സിലായോ? സൗജന്യമാണ്, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല. പക്ഷെ യാക്കോബ് എഴുതിയിരിക്കുന്നത് മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കപ്പെടുന്ന കാര്യമാണ്. അപ്പൊ മനുഷ്യരുടെ മുമ്പാകെ നമ്മുടെ പ്രവൃത്തിയെ നീതീകരിക്കണം, മനുഷ്യരുടെ മുമ്പാകെ നമ്മുടെ വിശ്വാസത്തെ നീതീകരിക്കണമെങ്കിൽ നമുക്ക് പ്രവൃത്തി വേണം. ഇപ്പൊ ജസ്റ്റിഫൈഡ് ബിഫോർ മാൻ, മനുഷ്യന്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്ന കാര്യമാണ് യാക്കോബ് പറയുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്ന കാര്യമാണ് പൗലൂസ് പറയുന്നത്. മനസ്സിലായോ? പരസ്പര വിരുദ്ധമല്ല, പരസ്പര പൂരകമാണ്. അതാണ് കുരിശ്. വെർട്ടിക്കൽ റിലേഷനെ കുറിച്ചാണ് പൗലൂസ് പറയുന്നത്. വെർട്ടിക്കൽ റിലേഷൻ നമ്മുടെ കഴിവുകൊണ്ടല്ല, ഇറ്റ്സ് ടോട്ടലി സോൾലി ഹിസ് ഗ്രേസ്, അവന്റെ കൃപയാലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മനുഷ്യരുടെ മുമ്പിലോ അവിടെ കൃപ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പ്രവൃത്തി ആവശ്യമാണ്. അതുകൊണ്ട് ആ രണ്ട് വാക്യം ഒരിക്കലും പരസ്പര വിരുദ്ധമല്ല എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതേ കാര്യമാണ് തിമോത്തിയോസിനെ പൗലൂസ് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ന്യായപ്രമാണം നീതിമാനല്ല, ഇറ്റ്സ് നോട്ട് ഫോർ ദോസ് ഹൂ ആർ ജസ്റ്റിഫൈഡ് ബൈ ഗോഡ്. കാരണം നമുക്ക് എന്തുണ്ട്? ഗുഡ് കോൺഷ്യസ് വിത്ത് ഗോഡ്, ദൈവത്തോട് നല്ല മനസ്സാക്ഷിയുണ്ട്. അങ്ങനെയുള്ളവർ ഡു നോട്ട് ബോദർ അബൌട്ട് ദ ലോ. ന്യായപ്രമാണത്തെക്കുറിച്ച് നിങ്ങൾ ഒരു കാരണവശാലും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, പുരുഷമൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്ക്, അപ്പൊ അവർക്ക് ന്യായപ്രമാണം വായിക്കുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ടാകും. പക്ഷേ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർ, ദൈവത്തോട് സമാധാനത്തെ പ്രാപിച്ചവർ, അങ്ങനെയുള്ളവർ ന്യായപ്രമാണം വായിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഐ ഡിലൈറ്റ് ഇൻ യുവർ ലോ, ഇൻ യുവർ സ്റ്റാറ്റ്യൂട്ട്സ്. ഞാൻ നിന്റെ ചട്ടങ്ങളിലും വിധികളിലും നിന്റെ ന്യായപ്രമാണത്തിലും രസിക്കുന്നു. ഇപ്പൊ നീതീകരിക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അതെന്റെ അണ്ണാക്കിന് മധുരമാണ്, അത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണ്, അത് വളരെ വിശേഷപ്പെട്ട കൊള്ളയേക്കാൾ നല്ലതാണ്, അത് 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വിലയേറിയതാണ്. ന്യായപ്രമാണത്തെ കുറിച്ച് 119-ാം സങ്കീർത്തനത്തിലെ പരാമർശങ്ങളാണ് ഞാനീ പറഞ്ഞത്. അപ്പൊ അത് 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ നല്ലതാണ്.
തേനിലും തേങ്കട്ടയേക്കാളും നല്ലതാണ്, അതിന്റെ അണ്ണാക്കിന് മധുരമാണ്. ഞാൻ ആ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. കാരണം എന്താ? വി ആർ ജസ്റ്റിഫൈഡ് ആൻഡ് വി ഹാവ് പീസ് വിത്ത് ഗോഡ്. ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുള്ളവർ ന്യായപ്രമാണം വായിച്ചാൽ വളരെ സമാധാനമായിട്ടിരുന്ന് വായിക്കാം, അതിൽ സന്തോഷിക്കാൻ പറ്റും. അവന്റെ ചട്ടങ്ങളിലും വിധികളിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അതാണ് നമ്മൾ മുമ്പേ വായിച്ചത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇന്നത്തെ ഡെയിലി റീഡിങ്ങില് അത് കൊണ്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന്? ഏതാ മുമ്പേ വായിച്ച വായന ഭാഗം ഉണ്ടല്ലോ, രണ്ടാമത്തെ ഭാഗം ആവർത്തനം 27 വായിച്ചു. ഇന്നത്തെ ലെക്ഷണറി റീഡിങ്ങില് ആവർത്തനം 27 വായിച്ചായിരുന്നു. സെക്കൻഡ് റീഡിങ് അതായിരുന്നു. വായിച്ചപ്പോൾ നിങ്ങൾ ഓർത്ത് കാണാം അതെന്തിനാ ഇന്നത്തെ ഈ വായന കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി. ഇവിടെ വരുമ്പോഴാണ് അതെന്തിനാണ് അവിടെ ചേർത്തത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് cursed be he that setteth light by his father or his mother, cursed be he that removeth his neighbor's landmark. അപ്പൊ ആ ഭാഗങ്ങൾ വെച്ചിരിക്കുന്നതിന്റെ കാര്യം, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, പരദേശിയുടെയും അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ച് കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ, അപ്പന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, വല്ല മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, അമ്മായി അമ്മയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, അപ്പന്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ those who are justified and those who have that great peace with God, they can delight in this law. നിങ്ങൾ ക്രിസ്തുവിനാൽ സൗജന്യമായി അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നിങ്ങൾ ദൈവത്തിന്റെ സമാധാനം ഹൃദയത്തിലിരിക്കുമ്പോൾ ഈ ന്യായപ്രമാണം വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സന്തോഷിക്കാം. കാരണം ഇതൊന്നും നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല. അതാണ് ഞാൻ നിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു. കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? കൂട്ടുകാരന്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, അവന്റെ വസ്തു മോഹിക്കുന്നവൻ, അവന്റെ വസ്തു തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവൻ, പിടിച്ചു പറിക്കാൻ പോകുന്നവൻ, ഇവനൊക്കെ ശപിക്കപ്പെട്ടവൻ. എവിടെയെങ്കിലുമൊക്കെ കൊള്ളുന്നുണ്ട്, നമുക്ക് മനസാക്ഷി കുത്തുണ്ടാകും. അപ്പൊ ശരിക്കും ജസ്റ്റിഫിക്കേഷൻ കിട്ടിയവൻ, മാനസാന്തരപ്പെട്ട, അതാണ് പൗലോസ് തിമോത്തിയോസിന് പറയുന്നത്. ന്യായപ്രമാണമൊക്കെ നല്ലതാടാ തിമോത്തിയോസേ, പക്ഷേ നീതീകരിക്കപ്പെട്ടവനെ ബാധിക്കുന്നില്ല. അല്ല, ന്യായപ്രമാണം വേണ്ടെന്നല്ല ന്യൂ ടെസ്റ്റമെന്റ് ഉപദേശിക്കുന്നത്, പൗലൂസ് ഉപദേശിക്കുന്നത്. ഒത്തിരി പേര് പൗലൂസിനെ പറ്റി പറഞ്ഞു. പൗലൂസ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് ഇസ് ഗുഡ്. റോമാലേഖനത്തിലും പറയുന്ന ന്യായപ്രമാണം വളരെ നല്ലത്, ഇറ്റ്സ് വെരി ഗുഡ്. പത്യോപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ. ഈ പരിജ്ഞാനം എങ്കൽ ബലമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. ഈ പരിജ്ഞാനം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. അക്കോർഡിംഗ് ടു ദ ഗ്ലോറിയസ് ഗോസ്പൽ of the blessed God which was committed to my trust. This is glorious gospel. ഇതാണ് നമ്മൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞത്. പൗലോസ് തിമോത്തിയോസിന് പറയാണ്, ഈ പരിജ്ഞാനം, ഈ അറിവ്, ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. 1 തിമോത്തി 1:11 അവിടെ നിങ്ങൾ വായിക്കണം. അക്കോർഡിംഗ് ടു ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ദ ബ്ലസ്സഡ് ഗോഡ്, ധന്യനായ ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷം. അക്കോർഡിംഗ് ടു ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ദ ബ്ലസ്സഡ് ഗോഡ് വിച്ച് വാസ് കമ്മിറ്റഡ് ടു മൈ ട്രസ്റ്റ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോ ചെയ്യുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യായപ്രമാണത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്. ന്യായപ്രമാണം ഇറ്റ് ഈസ് ഗുഡ്, ബട്ട് ഇറ്റ്സ് നോട്ട് ഫോർ അസ്. കാരണം എന്താ? വി ആർ ക്ലെൻസ്ഡ്, വി ആർ റിഡീംഡ് ആൻഡ് വി ആർ ജസ്റ്റിഫൈഡ്. And now we have great peace with God.
ഹോളി സ്പിരിറ്റ് ഡ്വെൽസ് ഇൻ us ആൻഡ് വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. സോ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വാക്ക് കേട്ടാണ് നടക്കുന്നത്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. സോ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ച് ഇന്ത്യൻ പീനൽ കോഡ് വായിച്ച് കേൾക്കുന്ന രസമാണ്. മനസ്സിലായ IPC സെക്ഷൻ, ഓരോ സെക്ഷൻ വായിച്ച് കേൾക്കുമ്പോൾ നമുക്ക് സാധാരണ ഇന്ന ചിലപ്പോൾ പറയാം അത് പോലെ കേട്ടോ, നല്ല ശിക്ഷ കൊടുത്താലും കുഴപ്പം. ഇപ്പൊ നമ്മൾ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നവർക്ക് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നമുക്ക് അത് പ്രശ്നമല്ല. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇപ്പോൾ അല്ലാതെ പുറത്തുള്ള ഒത്തിരി ആളുകൾക്ക് തെറ്റിദ്ധാരണ. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് തോന്നിയാസം ചെയ്തോ, എന്ത് വൃത്തികേടും ചെയ്തോ, നിങ്ങൾ എന്ത് അങ്ങനെയൊന്നും അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ആളുകൾക്ക് പരിജ്ഞാനമില്ലാത്തതുകൊണ്ടാണ്. ഈ കുഞ്ഞു പിള്ളേരെ നമ്മൾ കെട്ടിക്കുന്ന ഒരു സാധനമുണ്ട്, ഈ ഡയപ്പറിൽ പാമ്പർ എന്നൊക്കെ പറയും. പാമ്പർ എന്നുള്ള കമ്പനിയുടെ പേര്. ഡയപ്പർ കെട്ടുക, പാമ്പർ കെട്ടുക. അതൊരു കുഞ്ഞായിരിക്കുന്നിടത്തോളം കാലം ആ പാമ്പറിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആ പാമ്പറിന്റെ ബോക്സ് നമ്മൾ മേടിച്ചോണ്ട് വെക്കും. ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷേ പ്രായമായി, നിങ്ങൾ വല്യപ്പനായി കാണും, ഗ്രാൻഡ് ഫാദർ ആയിരിക്കും, അല്ലെ ഗ്രാൻഡ് മദർ ആയിരിക്കും, അല്ലെ നിങ്ങൾ ഫാദറോ മദറോ ഒക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഇവിടെ ടിഷ്യൂ പേപ്പർ ഒന്നും ഇല്ലായിരുന്നു, ഭയങ്കര ഷോർട്ടേജാണ്. അപ്പൊ ടിഷ്യൂ പേപ്പറിനൊക്കെ ഭയങ്കര ഇടിയാണ്, കിട്ടാനൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഇവിടെ എല്ലാം ഉണ്ട്, സാധനം എല്ലാം ധാരാളം ഉണ്ട്. കടയിലൊന്നും അധികം പേര് അങ്ങനെ പോകുന്നില്ല. അപ്പൊ നാളെ ടിഷ്യൂ പേപ്പറിന്റെ സൈഡിൽ ആ റാക്ക് മുഴുവൻ കാലം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഹഗ്ഗീസും പാമ്പേഴ്സും ഒക്കെ ഇരിപ്പുണ്ട്. ഞാനത് നോക്കിയപ്പോൾ ഒന്ന് ചിരിച്ചു. കാരണം പിള്ളേരുള്ളവർക്കൊന്നും ഷോർട്ടേജ് ഒന്നുമില്ല, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. എപ്പോൾ നമ്മൾ കടയിൽ കൂടെ പോകുമ്പോൾ പാമ്പർ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, പാമ്പേഴ്സ് കാണുമ്പോൾ സന്തോഷം. കാരണം അത് നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ അവർക്കത് വേണം, കെട്ടിക്കൊടുക്കും. ഞാനത് ഒരു ഒത്തിരി ബോക്സ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് 5 പിള്ളേരുണ്ടായിരുന്നു, അതിനൊക്കെ മേടിച്ചിട്ടുണ്ട്. പാമ്പർ കാണുമ്പോൾ അതുപോലെയാണ് ക്രിസ്തുവിൽ വളർന്ന ഒരു വ്യക്തിക്ക് ന്യായപ്രമാണം കാണുമ്പം ആ സെയിം ഫീലിംഗ് ഉണ്ടാണ്ട്. ഇപ്പൊ നിങ്ങൾ മനസ്സിലായി അതിനോടുള്ള ആറ്റിറ്റ്യൂഡ്. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ പ്രായമായി കഴിഞ്ഞും പാമ്പർ കെട്ടുന്ന ആളുകളുണ്ട്. അത് വേറൊരു ടൈപ്പ് പാമ്പറുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വിശ്വാസികളും ഉണ്ട്. അവരാണ് അയ്യോ വചനം സോളാ സ്ക്രിപ്ചർ എന്നെല്ലാം പറഞ്ഞ് നിലവിളിച്ച്, അയ്യോ അവിടെ വാക്യം കിടക്കുന്നു, ഇവിടെ വാക്യം കിടക്കുന്നു, ഇന്നടത്ത് ഇന്നപോലെ ചില ആളുകളൊക്കെ എനിക്ക് പാസ്റ്ററെ ഇന്നടത്ത് ഇന്നപോലൊരു വാക്യം, ഇതൊന്നും വ്യാഖ്യാനിക്കാമോ, ഇതൊന്ന് വിശദീകരിക്കാമോ, എന്തോ നീ എന്തിന് ഇതിന് ഇത്ര ടെൻഷൻ അടിക്കുന്നു, അവിടെ ഇന്ന വാക്യം ഉണ്ട് ഇന്നില്ല. കാരണം ഈ പാമ്പറിനെ കുറിച്ച് അങ്ങ് കണ്ടമാനം ബോധറായിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കണ്ടേ. ഞാൻ പിന്നെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ആശ്വസിപ്പിക്കും. കാരണം ഇവന് ഈ അനങ്ങാൻ വരാതെ കൊച്ചിനേക്കാൾ കഷ്ടമായിട്ട് ആകെപ്പാടെ കട്ടിലേൽ ഇതും കെട്ടിക്കിടക്കുകയല്ലേ. ഇപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ മറുപടിയും വിശദീകരണമൊക്കെ കൊടുക്കും. പക്ഷേ ശരിയായ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അപ്പം പരിജ്ഞാനമില്ല. ദൈവത്തിന് അവരിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല. അപ്പം ദൈവം നമ്മിൽ സന്തോഷിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു പരിജ്ഞാനത്തിലേക്ക് നമ്മൾ വരണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ പരിജ്ഞാനം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുന്നമേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും ആ വിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെയും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഐ ആം ദ ചീഫ് എമംഗ് ഓൾ ദോസ് സിന്നേഴ്സ്. പാപികളിൽ ഞാൻ ഒന്നാമൻ. പൗലൂസിന്റെ കൺഫെഷനാണ്, അൾട്ടിമേറ്റ് റെവലേഷനാണ്. പ്രോഗ്രസീവ് റെവലേഷനിൽ പൗലൂസിന്റെ റെവലേഷനിൽ ഏറ്റവും ഫൈനൽ റെവലേഷനാണ്. പൗലൂസ് പറയാണ്, അക്നോളജ് ചെയ്യാണ്, ഞാൻ പാപികളിൽ നമ്പർ 1 ആണ്. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും
ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസ് ഒന്നാമൻ എന്നുള്ള സ്ഥാനം എടുക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ എന്നാ ചെയ്യും? 2, 3 ഒക്കെ ആരെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ മത്സരിച്ചോടേണ്ടത്. ഒന്നാമനായി എനിക്കെന്ന് പൗലോസ് പറഞ്ഞു. എന്തിൽ ഒന്നാമനാ? പാപികളിൽ ഒന്നാമൻ. പാപികളിൽ ഒന്നാമൻ. നമ്മളിൽ ആരങ്ങനെ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നത്? വിശുദ്ധന്മാരുടെ നിലയിൽ ഒന്നാമൻ എന്നാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ട്. പാപികളിൽ ഒന്നാമൻ എന്നാണ് പൗലോസ് അവകാശപ്പെടുന്നത്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് 15-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് 16-ാം വാക്യത്തിൽ ആവർത്തിക്കാണ്. ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. മകനെ തിമോത്തിയോസെ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. ഇപ്പൊ ട്രിനിറ്റി എവിടെ എന്നല്ല ചോദിക്കുന്നത്. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന്. ഇപ്പൊ ഈ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുമ്പം ദൈവത്തിന്റെയും കർത്താവായ യേശുവിന്റെയും പക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളും ദൈവത്തിന്റെയും കർത്താവിന്റെയും കൽപ്പന പ്രകാരമാണ് ഈ കത്ത് എഴുതുന്നതും പറഞ്ഞ പൗലൂസ് താഴെ വരുമ്പോൾ ദൈവം ഏകനാണെന്ന് ഏറ്റു പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ത്രിയേക വിശ്വാസം ഏറ്റവും കൃത്യമായ വിശ്വാസമാണെന്ന് പറയുന്നത്. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. നല്ല മനസാക്ഷി, ഗുഡ് കോൺഷ്യസ് ആണ്. ദൈവത്തോടുള്ള ഒരു നല്ല മനസാക്ഷി നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ അത് തള്ളിക്കളയുകയാണ്. അത് തള്ളിക്കളഞ്ഞിട്ട് നിയമങ്ങളുടെ പിന്നാലെ അവർ പോകുന്നു. അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുന്നു. സോ മെയിൻറ്റെയിൻ യുവർ ഗുഡ് കോൺഷ്യസ് വിത്ത് ഗോഡ്. നല്ല മനസാക്ഷി. എന്താണ് നല്ല മനസാക്ഷി? നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ ഇനി ഒരു യാഗവും ആവശ്യമില്ല എന്നുള്ള ബോധ്യമാണ്. അത് എബ്രായ ലേഖനത്തിലാണ് നമ്മൾ അതിന്റെ വിശദാംശം കാണുന്നത്. പൗലോസ് പറയുകയാണ്, എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പം അവിടെ എഴുതിയിരിക്കുകയാണ്, ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുമ്പോൾ യാഗം കഴിക്കുന്നത് നിന്നുപോകും. ഇത് കൂടെ യാഗം കഴിക്കുകയാണ്. കാരണം അവന്റെ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനമില്ല. സ്ഥിരമാനസൻ കർത്തനിൽ ആശ്രയം വെക്കുന്നതുകൊണ്ട് ഞാൻ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. പ്രവചനമാണ്. അപ്പൊ ആ പെർഫെക്റ്റ് പീസിൽ നിൽക്കുന്നതാണ് ഗുഡ് കോൺഷ്യസ്. അത് സ്നാനം, മാമോദിസ. 1 പത്രോസ് 3:21 പത്രോസ്ലിയ പറയാണ്, സ്നാനം എന്നത്, മാമോദിസ എന്നത് നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ്, ഒരു അപേക്ഷയാണ്. നല്ല മനസാക്ഷിയെ പ്രാപിച്ചെടുക്കൽ. ഇപ്പൊ ദൈവത്തോടുള്ള ആ ഗുഡ് കോൺഷ്യസ് നമ്മുടെ ഹൃദയത്തിലെ ഇരുട്ടിനെ മാറുകയാണ്. അതാണ് ഗുഡ് ന്യൂസ്. മശിഹ മരണത്തെ കൊന്നു, ബന്ധിതരെ വിടുവിച്ചു. അപ്പം ആ ഗുഡ് കോൺഷ്യസ് നമുക്ക് കിട്ടുന്ന ഈ സുവിശേഷം, തേജസ്സുള്ള സത്യ സുവിശേഷം. അപ്പൊ ആ നാരികൾ, അപ്പോസ്തലന്മാരുടെ ആ സ്ത്രീകൾ അന്നറിയിച്ച ആ ഗോസ്പൽ, ആ സത്യ സുവിശേഷം നമുക്ക് പിന്നെയും നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ. ഇന്നത്തെ വായനാഭാഗങ്ങളിൽ നമ്മൾ കണ്ടത് യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നതാണ്. അപ്പോൾ തന്നെ രക്തസ്രാവക്കാരത്തി സ്ത്രീ അവനിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നു. യേശുവിനെ തൊടുവാൻ അനേകർ തിക്കിത്തിരക്കുമ്പോൾ അവൾ യേശുവിനെ തൊട്ടു. നമുക്ക് യേശുവിനെ തൊടുവാൻ സാധിക്കണം. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതുപോലെ എലീഷ ശൂന്യക്കാരത്തിയുടെ മകനെ ഉയർപ്പിച്ചതുപോലെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ ഉയർപ്പിച്ചു. എലീഷ ആ മൃതദേഹത്തോട് മുഖത്തോട് ചേർത്ത് വെച്ചതുപോലെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മുടെ മേൽ ദൈവം തന്റെ മുഖത്തെ ചേർത്ത് വെച്ചു. നാം ദൈവത്തോട് മുഖാമുഖം ആയിരിക്കുന്നു. അപ്പം മുഖാമുഖം നിന്നുകൊണ്ട് നമുക്ക് ജീവൻ പകർന്നു എന്ന കർത്താവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? പിന്നെയും മുഖം തിരിക്കുകയാണ്. അതാണ് നമ്മൾ അവസാനം വായിച്ചത്. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. അപ്പം ദൈവം നമ്മെ ചേർത്തണച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ഉറപ്പോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം.
ഉയർപ്പിന് അല്ലെങ്കിൽ ഉയർപ്പ് ആകുമ്പോൾ പാടേണ്ട പാട്ടാണ്. ഞാൻ ഈ ഒരു ചിന്ത വന്നുകൊണ്ട് പ്ലേ ചെയ്ത. മേ ഗോഡ് ബ്ലെസ് യു.